ചോദ്യത്തിന് ഉത്തരം പറയാത്ത, അതാ ഉത്തരം പറയാൻ സാധ്യമാകാത്ത കാഫിറായ ഫാസിഖായ മനുഷ്യന്റെ സ്ഥിതി ഖബറിൽ എന്താണ് നേരിടുന്നത്? നരകീയമായ ശിക്ഷ അവന് കിട്ടുന്നതിന്റെ പുറമേ അതാ ചോദ്യത്തിന് തീരുന്ന മലക്കുകളുടെ കയ്യിൽ നിന്ന് സുമ്മയുളറബു, പിന്നീട് അവൻ അടിക്കപ്പെടുകയായി ബിമിത്രഖത്തിൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഹാമറുകൾ കൊണ്ടവനെ അടിക്കപ്പെടും. ലർബത്തൻ ബൈന ഉദ്നൈഹി, അവന്റെ ചെവികൾക്കിടയിലതാ അടിക്കപ്പെടുന്നു. ആ അടിയങ്ങടിക്കുമ്പോ ഫയസീഹു സൈഹതൻ, അവൻ അട്ടഹസിക്കുകയാണ്, വേദന കൊണ്ട് പൊളഞ്ഞ് ആർത്ത് വിളിക്കുകയാണ്. യസ്മഉഹാ, ആ ഖബറിൽ വെച്ചവന് കിട്ടുന്ന ശിക്ഷയും അതിനവൻ നിലവിളിക്കുന്ന അട്ടഹാസങ്ങളും കേൾക്കുക തന്നെ ചെയ്യുന്നതാണ്. മൻയലീഹി, അവന്റെ സമീപത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഇല്ല സഖലൈൻ, മനുഷ്യരും ജിന്നുകളും ഒഴികെ. മനുഷ്യന് അത് കേൾക്കാനാവില്ല, ജിന്നുകൾക്കത് കേൾക്കാനാവില്ല. അതേ അവസരത്തിൽ നക്കാലികൾക്കും പ്രാണികൾക്കും ജന്തുക്കൾക്കുമൊക്കെ അതാ ഇവന്റെ അട്ടഹാസം കേൾക്കാനാകുന്നുണ്ട്, ഇവന്റെ ഈ പ്രത്യേകമായ ശിക്ഷ കേൾക്കാനാകുന്നുണ്ട്. ഒരടിയങ്ങടിക്കുമ്പോ അവനതാ ഭൂമിയിൽ എത്രയോ ആഴത്തിലേക്ക് അവൻ ആഴത്തിലേക്ക് കണ്ടുപോവുകയാണ്. പൊങ്ങി വരുമ്പോഴേക്ക് പിന്നെയും അടി കിട്ടപ്പെടുന്നു. അങ്ങനെ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് അതാ അവൻ ഖബറിൽ അങ്ങ് കഴിയുമ്പോ അവൻ വിളിച്ചു പറയുകയായി, റബ്ബിലാ തുഖിമിസ്സാ, അന്ത്യനാള് വരല്ല റബ്ബേ, അന്ത്യനാള് സംഭവിക്കല്ല റബ്ബേ. കാരണം എന്റെ ഖബറിലെ സ്ഥിതി ഇതാണല്ലോ, എന്റെ ആദ്യത്തെ ഭവനമായ ഖബറിലെ സ്ഥിതി ഇതാണല്ലോ. എങ്കിൽ ഇനി വരാനിരിക്കുന്ന മഹ്ശർ എന്താണ്, അവിടുത്തെ ശിക്ഷ എന്താണ്, അതെനിക്ക് ഓർക്കാനാകുന്നില്ല. അതുകൊണ്ട് അന്ത്യനാള് വരല്ല, അന്ത്യനാള് സംഭവിക്കല്ല എന്ന് കാഫിർ അട്ടഹസിക്കുന്നു, ഫാജിർ അട്ടഹസിക്കുന്നു. അതേ അവസരത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, മുഅ്മിനായ മനുഷ്യൻ അതാ റബ്ബിന്റെ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ അവൻ കൃത്യമായി ഉത്തരം പറഞ്ഞല്ലോ. ഉത്തരം പറഞ്ഞ നേരത്ത് അതാ സുമ്മ യുഫ്സഹു ലഹു ഫീ ഖബരിഹി 70 ദിറാഅ, അതാ 70ഓളം മുഴമുള്ള വിശാലമാക്കപ്പെടുന്ന നിലക്ക് അവന്റെ ഖബറങ്ങ് വിശാലമാക്കപ്പെടുന്നു. സത്യവിശ്വാസിയുടെ ഖബറിൽ അവന് കാഴ്ചകളാണ്. അവനൊരു തോട്ടത്തിൽ കിടക്കുന്നത് പോലെ അവിടെ അവൻ ആവശ്യമായ കണ്ണിന് കുളിർമയുള്ള എല്ലാം സമൃദ്ധമായി പുത്തുലഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടത്തിൽ കിടന്ന് വിശ്രമിക്കുന്നവനെ പോലെ. എന്നിട്ടതാ അവന് പ്രകാശം കൊണ്ട് നിറക്കപ്പെടുകയാണ്. എന്നിട്ട് അവനോട് മലക്ക് പറയുന്നു, നംകനൗമത്തിൽ അറൂസ്, പുതുമണവാളൻ ഉറങ്ങും പോലെ നീ ഉറങ്ങിക്കോ. അല്ലദീ ലാ യുഖിലുഹു ഇല്ലാ ഹബ്ബഹിലിഹി ഇലൈ, ഒരു മണവാളൻ, ഒരു പുതിയാപ്പിള ഒരു വീട്ടിൽ നിന്ന് വിശ്രമിക്കുമ്പോ ആ വീട്ടുകാരും അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ട് അങ്ങോട്ട് പോകാറില്ല, വിളിച്ചുണർത്താറില്ല. എപ്പോഴാണ് ഉണരുന്നതെന്ന് ഭവ്യതയോടെ കാത്തു നിൽക്കലല്ലേ ഒരു മണവാളനെ സ്വീകരിക്കുന്ന രൂപം. ഇതേപോലെ നിനക്കേറ്റവും ഇഷ്ടപ്പെട്ടവര് വന്ന് നിന്നെ വിളിക്കുന്ന സമയം വരേക്കും ഉറങ്ങിക്കോ, ശാന്തമായി ഉറങ്ങിക്കോ. നല്ല നല്ല കാഴ്ചകളാണ് അയാൾക്ക് കാണാനുള്ളത്, നല്ല നല്ല അനുഭൂതികളാണ് കിട്ടാനുള്ളത്, നല്ല നല്ല രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ ഖബറിൽ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ഹത്താ യബ്അസഹുല്ലാഹു മിൻ മദ്ജഇഹി ദാലിക, അവന്റെ ആ വിശ്രമ കേന്ദ്രത്തിൽ നിന്ന് എപ്പോഴാണോ മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അതുവരെ ഖബറിൽ അവൻ ആനന്ദത്തിലാണ്, അവൻ സന്തോഷത്തിലാണ്. അതേ അവസരത്തിലോ മുനാഫിഖിന്റെ സ്ഥിതി, കാഫിറിന്റെ സ്ഥിതി, ഫാജിറിന്റെ സ്ഥിതി എന്താണ്? നേരത്തെ പറഞ്ഞില്ലേ, അവനോട് അവന്റെ കാര്യത്തിലതാ ഭൂമിയോട് കൽപ്പനയുണ്ടാകും അവനെ വിഴുങ്ങിക്കോളാൻ. ഭൂമി അവനെ വിഴുങ്ങുകയായി, അവനെ ഇട്ട് ഞെരിക്കുകയായി, അവന്റെ വാരിയല്ലുകൾ കോർക്കപ്പെടുകയായി. അങ്ങനെ അവൻ ശിക്ഷിക്കപ്പെടുന്നു. ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ ഒട്ടേറെ കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ഈ ഒരവസ്ഥ ഇസ്ലാമികമായ പ്രമാണങ്ങൾ കൊണ്ട് ഏറ്റവും സ്ഥിരപ്പെട്ട് കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. പലരും ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഈ ഖബറിലെ ശിക്ഷയെ പറ്റി നമ്മൾ ഭയപ്പെടുന്നത്? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം നശിച്ചു പോയില്ല,
പോയില്ലേ? ഖബറിൽ നമ്മുടെ ശരീരം അഴുകി ദ്രവിച്ചു പോയില്ലേ? തുറന്നാ വല്ലതും കാണാനൊക്കുമോ? ഖബർ വിശാലമാക്കപ്പെടും എന്ന് പറയുന്നു. ഏതെങ്കിലും ഖബർ തുറന്നു നോക്കിയാൽ ആ വെട്ടി ഉണ്ടാക്കിയ കുഴിക്കപ്പുറം ഖബറിൽ വിശാലത കാണാൻ സാധ്യമാണോ? ഏതെങ്കിലും ഒരു കാഫിറിന്റെ മയ്യത്ത് തന്നെയാണെന്നാലും അയാളുടെ ശരീരത്തെ അടക്കം ചെയ്തിട്ടുള്ള ഖബർ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഇടിയുടെ പാടുകൾ കാണാൻ ഒക്കുമോ? അപ്പൊ ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. ഖബറിൽ ശിക്ഷയൊന്നുമില്ല, ഖബറിൽ രക്ഷയുമില്ല. അതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പേടിപ്പിക്കാൻ വേണ്ടി മതപ്രബോധകന്മാർ, മതപ്രചാരകന്മാരുണ്ടാക്കിയ കേവലം മിഥ്യകളാണ്, വിഡ്ഢിത്തമാണ് എന്നൊക്കെ പറയാറില്ലേ? എന്നാ നിങ്ങൾ കേട്ടോ, ഇസ്ലാമിക പ്രമാണങ്ങൾ മുഴുവനും വ്യക്തമായി തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. വഅലം, നീ അറിഞ്ഞോ, അന്ന അദാബൽ ഖബരി വഅദാബൽ ബർസഖി ഹഖ്ഖുൻ. അതാ ഖബർ ശിക്ഷയും ബർസഖിയായ ലോകത്തുള്ള ശിക്ഷയും സത്യമാണ് കേട്ടോ, സത്യമാണത്. ഖബർ ശിക്ഷ സംഭവിക്കാനുള്ളതാണ്, സത്യമാണ്. മരിച്ചവരാരൊക്കെയുണ്ടോ വഹുവ മുസ്തഹിഖുൻ ലിൽ അദാബി, ശിക്ഷക്കർഹനായി കൊണ്ട് ആരെല്ലാം മരിച്ചിട്ടുണ്ടോ, നാലഹു നസീബുഹു മിൻഹു, അവന്റെ ഓഹരി കിട്ടിയിരിക്കുക തന്നെ ചെയ്യും. ഖുബിറ അൗലം യുഖ്ബർ, അവൻ ഖബറടക്കപ്പെടട്ടെ, ഇനി ഖബറടക്കപ്പെടാതിരിക്കട്ടെ. ഖബർ ശിക്ഷ എന്ന് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ആലോചിക്കുകയാണ്, കത്തിച്ച് ചാമ്പലായി ചാരങ്ങൾ നദിയിലും അതുപോലെ തന്നെ പലയിടത്തും വിതറപ്പെട്ട ഈ ആൾക്ക് എന്ത് ഖബറാണ്, അയാൾക്ക് എന്ത് ശിക്ഷയാണ്? പണ്ഡിതന്മാര് പറയുന്നു, ഖബറടക്കപ്പെട്ട ശരീരമാകട്ടെ അല്ലാത്ത ശരീരമാകട്ടെ, അകലതുഹു സിബാഉ, വന്യമൃഗങ്ങൾ ഭക്ഷിച്ചു പോയ ശരീരമാണെങ്കിലും അതല്ലെങ്കിൽ കത്തിച്ചാമ്പലാക്കപ്പെട്ട ബോഡിയാണെങ്കിലും എത്രത്തോളം കത്തിച്ചത് വെണ്ണീറായി, വനുസിഫ ഫിൽ ഹവായി, എന്നിട്ടതാ അത് അന്തരീക്ഷത്തിൽ അങ്ങ് ധൂളിയായി വിതറപ്പെട്ടു. എന്നാലും ശരി, ഔ സുലിബ, അതല്ലെങ്കിൽ ഒരാൾ കുരിശിൽ കയറ്റപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും സമുദ്രത്തിൽ മുങ്ങി നശിപ്പിക്കപ്പെട്ടു. ആ നിലക്ക് ആരെങ്കിലും അങ്ങനെയായാലും വസല ഇലാ റൂഹിഹി വബദനിഹി മിനൽ അദാബി മാ യസിലു ഇലൽ മഖ്ബൂർ. ആരെങ്കിലും അതാ കുരിശിൽ തറക്കപ്പെടുകയോ മുങ്ങി നശിക്കുകയോ മുക്കിക്കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ റൂഹിന്റെ കഥ അതുപോലെ തന്നെ അവന്റെ ശരീരത്തിലേക്കും അതാ ശിക്ഷ വരിക തന്നെ ചെയ്യുന്നതാണ്. അവന്റെ ശരീരം ഖബറടക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നതുകൊണ്ടൊന്നും ഫലമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വമാ വറദ മിൻ ഇജ്ലാസിഹി വഖ്തിലാഫി അദ്ലാഇഹി വനഹ്വി ദാലിക, ഖബറിൽ എഴുന്നേൽപ്പിച്ചിരുത്തും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അവന്റെ വാരിയെല്ലുകൾ കോർക്കപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെയും നമ്മൾ എങ്ങനെയാണ് ഫയജിബു അൻ യഫ്ഹമാനി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അതിന്റെ ഉദ്ദേശം മിൻ ഗൈരി ഗുലുവിൻ വലാ തഖ്സീർ, നമ്മുടെ വകയായിട്ടൊന്നും കൂട്ടാതെ കുറക്കാതെ അതപ്പടി അങ്ങ് വിശ്വസിക്കൽ നിർബന്ധം തന്നെ. അപ്പൊ എന്താ പറഞ്ഞത്? ഖബർ ശിക്ഷ, ഖബറിലെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കണ്ട ഈ ശരീരം ഖബറിൽ അങ്ങ് നശിച്ചുപോയി, അല്ലെങ്കിൽ ശരീരമില്ലാത്ത അങ്ങനെ നശിപ്പിക്കപ്പെട്ട നിലക്കൊക്കെയുള്ള ജനാസകൾ ഉണ്ടാകുമല്ലോ, എങ്ങനെയാണ് അവയ്ക്കൊക്കെ ഈ ഖബർ ശിക്ഷ ഉണ്ടാവുക? പണ്ഡിത ലോകം ചർച്ച ചെയ്തു. മനുഷ്യന്റെ ശരീരത്തിനും അവന്റെ റൂഹിനും കൂടിയാണോ ശിക്ഷ, അതോ റൂഹിന് മാത്രമാണോ? രണ്ടിനും ഉണ്ട് എന്നാണ് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത്. മനുഷ്യന്റെ ശരീരത്തിനും അവന്റെ റൂഹിനും ശിക്ഷയുണ്ട്. റൂഹ് എന്നെന്നും ബാക്കിയുണ്ട്. ശരീരം നശിക്കുന്നു. നശിപ്പിക്കപ്പെട്ട ശരീരമാണെങ്കിലും ആ റൂഹിന് ഈ ശരീരവുമായിട്ടൊരു കണക്ഷനുണ്ട്. റൂഹും ബദനും അതുപോലെ തന്നെ ശരീരവും ആത്മാവുമൊക്കെ ശിക്ഷയിൽ പങ്കാകുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഈ ശിക്ഷ സംഭവിക്കുന്നത്. നമ്മളൊന്നും കാണുന്നില്ലല്ലോ എന്നൊരു വേള നമ്മൾ ചോദിച്ചേക്കാം. ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാരതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകാവുന്ന നിലക്ക് ചില കാര്യങ്ങൾ അവർ നമുക്ക് വിശദീകരിച്ചു തരുന്നു.
എന്താ അവർ വിശദീകരിച്ചു തരുന്നത്? അവര് പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അതാ എത്രയോ സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? നമുക്കറിയാനാവാത്ത എത്രയോ സംഗതികൾ ഈ ഭൂമിയിൽ തന്നെ നമ്മുടെ കൺമുമ്പിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? എന്നിട്ടതാ പണ്ഡിതന്മാര് പറയുന്നു, നീ ഒരു ഉറങ്ങുന്ന മനുഷ്യനെ സമീപിച്ചു നോക്കൂ. ഒരാളതാ നിന്റെ അടുക്കൽ വിരിപ്പിൽ ഉറങ്ങിക്കിടക്കുകയാണെന്ന് വിചാരിച്ചോ. അയാളങ്ങനെ ഉറങ്ങുമ്പോ അയാളുടെ ആത്മാവതായി ഇരിക്കുന്നു, നടക്കുന്നു, എഴുന്നേൽക്കുന്നു, പോകുന്നു, ഓടുന്നു, ചാടുന്നു, അയാൾ സംസാരിക്കുന്നു, അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, അയാളുടെ ശരീരത്തിന് ചില സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു, അയാളുടെ ആത്മാവും ശരീരവും ഒക്കെ ഒരുപോലെ അത് അനുഭവിക്കുന്നു. പക്ഷേ നീ ആ മനുഷ്യനെ നോക്കുമ്പോ അന്ന ജസദഹു മുൽതജൽ, അയാളെ കിടന്നിടത്ത് തന്നെ കിടക്കുകയാണ്. അയാൾക്കൊരു പക്ഷേ വെട്ടുകിട്ടുന്നുണ്ട്, കുത്തുകിട്ടുന്നുണ്ട്, പാമ്പിന്റെ കടിയേൽക്കുന്നുണ്ട്, അയാൾ വേദനിച്ച് കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്. ഉറക്കിൽ പക്ഷേ നീ നോക്കുമ്പോ ഒന്നും കാണുന്നില്ല, അയാളെ കിടന്ന കിടപ്പ് തന്നെയാണ്. പക്ഷേ ഉണർന്നെണീറ്റിട്ട് അയാൾ നിന്നോട് ചില കാര്യങ്ങൾ പറയുമ്പോ നീ അത്ഭുതപ്പെട്ടു പോകുന്നില്ലേ? അയാളത് ആ പാമ്പ് കടിച്ചു, നായ കടിച്ചു, അതല്ലെങ്കിൽ ശത്രു അദ്ദേഹത്തെ കുത്തിമലർത്തി, അതല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വന്നു, അതല്ലെങ്കിൽ അദ്ദേഹം ഓടിക്കതച്ചേതോ ആഴത്തിലേക്ക് വീണു എന്നൊക്കെ അനുഭവങ്ങളതാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യന്മാര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? ആ മനുഷ്യൻ ആ അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോ നീ അയാളുടെ സമീപത്തതാ ഉറക്കമിളച്ചിരുന്നപ്പോഴും അയാളാ കിടത്തത്തിൽ തന്നെയാണ്. നീ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ അയാൾ കണ്ടു. നീ ഒന്നും കേട്ടിട്ടില്ല, പക്ഷെ അയാൾ കേട്ടു. നിനക്കൊന്നും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷെ അയാൾ അനുഭവിച്ചു. അയാൾ എന്തൊക്കെയോ ശിക്ഷകൾ അനുഭവിച്ചു, നീ ഒന്നും കണ്ടിട്ടില്ല. ഒരുപക്ഷെ അയാൾ ഒരുപാട് സുഖങ്ങൾ അനുഭവിച്ചു, നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതുപോലെ നിനക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? അതാ മനുഷ്യൻ ഖബറിൽ നീ നോക്കുമ്പോ നീ ഒന്നും കാണുന്നില്ലെങ്കിലും, നിനക്കൊന്നും കേൾക്കാനാകുന്നില്ലെങ്കിലും എന്തൊക്കെയോ സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമല്ലേ? അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വചനവും അതാ ഖുർആൻ ഉദ്ധരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയാത്തത് നമ്മുടെ കൺമുമ്പിലുള്ളയാൾ അനുഭവിക്കുന്നതിന്റെ ഉദാഹരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ. സൂറത്തുൽ അൻആമിലെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, വലൗ തറാ, നബിയെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ എത്ര ഗൗരവമാണെന്നോ. ഇതിൽ ളാലിമൂൻ, ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചിട്ടുള്ള അക്രമികൾ, ഫീ ഗമറാത്തിൽ മൗതി, മരണത്തിന്റെ ആ വേദനയിൽ അവർ കിടന്നു പിടയുന്ന നേരത്ത്, അതാവൻ മരിക്കുന്ന നേരത്ത്, വൽ മലായികതു ബാസിതു ഐദീഹിം, നമ്മൾ വിശദീകരിച്ചല്ലോ അന്നത് പറഞ്ഞപ്പോ. മലക്കുകൾ അവന്റെ അടുക്കൽ ഹാജരായിരിക്കുന്നു. അതാ അവന്റെ റൂഹ് പിടിക്കാൻ വന്ന മലക്കുകൾ ബാസിതു ഐദീഹിം, അവരുടെ കരങ്ങൾ നിവർത്തി പിടിച്ചുകൊണ്ട് അവനെ അടിക്കുകയാണ്. മറ്റൊരായത്തിൽ കാണാം, വൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തും അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലുമൊക്കെ മലക്കുകൾ അടിക്കുകയാണ്. എന്നിട്ട് അഖ്രിജൂ അൻഫുസകും, നിങ്ങളുടെ ജീവനുകളെ, നിങ്ങളുടെ ആത്മാക്കളെ പുറത്തേക്ക് ഇറക്കൂ എന്ന ആക്രോശമുണ്ടാകുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മരണത്തിന്റെ നേരത്ത് മനുഷ്യൻ ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ എന്താ കാണുന്നത്? ആ മനുഷ്യൻ ഇങ്ങനെ കിടന്നു ശ്വാസം വലിക്കുന്നു. ഒരാളുടെ മരണത്തിന്റെ നേരത്ത് ഹാജരായാൽ ആ മനുഷ്യനതാ പ്രയാസപ്പെട്ട് ശ്വാസം വലിക്കുന്നു, ശ്വാസം കിട്ടാൻ പ്രയാസപ്പെടുന്നു, ദേഹം ഇങ്ങനെ ഞെരിവിരി കൊള്ളുന്നു. ആ കിടത്തത്തിലെ ആ രംഗമല്ലാതെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ മലക്കുകളെ കാണുന്നില്ലേ? ഇദ്ദേഹം മലക്കുകളെ കണ്ട് പേടിച്ചട്ടഹസിക്കുന്നില്ലേ? മലക്കുകൾ ഈ മനുഷ്യനോട് സംസാരിക്കുന്നില്ലേ? മലക്കുകൾ ഈ മനുഷ്യനെ അടിക്കുന്നില്ലേ? ഖബറിൽ വെക്കുന്നതിന്റെ മുമ്പേ മരണത്തിന്റെ നേരത്ത് പോലും മലായികത്തിന്റെ അടി കൊണ്ടിട്ടാണ് ഈ മനുഷ്യന്റെ റൂഹ് പോകുന്നതെങ്കിൽ അത് നമുക്ക് നോക്കിയാൽ കാണുമോ? എങ്കിൽ ഖബറിൽ വെച്ചുള്ള ശിക്ഷയും, ഇനി ഖബറിൽ വെച്ച് കുറെ നേരം നമ്മളൊന്ന് നോക്കി നിന്നാലും